ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെതിരെ MDC ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകി. പ്രശ്ന പരിഹാരത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി ഷെവലിയാർ സി ചാക്കുണ്ണി പറഞ്ഞു. ദേശീയപാത 66 മണിക്കൂറുകളോളം ഗതാഗത യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ യോഗം വിളിച്ച് പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും വർഷങ്ങളായി റോഡരികിൽ സൂക്ഷിച്ച വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളും സാമഗ്രികളും എന്നിവ നീക്കുവാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളായ ഷെവലിയാർ സി ചാക്കുണ്ണി, എ ശിവശങ്കരൻ, MV കുഞ്ഞാമു എന്നിവർ കേരള മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി, കായിക മന്ത്രി, പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എന്നിവർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും ചിത്രങ്ങൾ സഹിതം നിവേദനം നൽകി. കോഴിക്കോട് തൃശ്ശൂരിനെത്തുന്ന കാഴ്ച, ടോൾ ബൂത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആംബുലൻസിന് പോലും തടസ്സം നീക്കി പോകാൻ പറ്റാത്ത രൂപത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് വണ്ടികൾ നിർബന്ധമായി സർവീസോടുകൂടിയുടെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുത്തനത്താണിയിൽ റോഡിന്റെ അടുത്ത ഭാഗത്ത് വിവിധ കേസുകളിൽപ്പെട്ട് പിടിച്ചെടുത്ത മണൽ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റോഡ്, റെയിൽ, എയർ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ വളരെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണും. ഇനി 3 ആഴ്ച കഴിഞ്ഞാൽ ഓണം വരുന്നത്. അപ്പം അപ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള കാര്യം ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത കമ്മീഷണർക്കും കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചതായി ഷെവലിയാർ സി ചാക്കുണ്ണി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാർട്ടി പ്രവർത്തകരുടെ നിറസാന്നിധ്യത്തിൽ കഴുവൻ തിരുത്തിൽ കോൺഗ്രസ്